2000ങ്ങളുടെ തുടക്കത്തിൽ ഫോണുകളുടെ കടന്നുകയറ്റത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പല മാറ്റങ്ങളുമുണ്ട്. 2G സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ 3Gയും 4Gയും എല്ലാം. സാവധാനമുള്ള ഇന്റർനെറ്റ് ലഭ്യത പോലും അനുഗ്രഹമായി കരുതിയിരുന്ന ഒരു നാളുകളായിരുന്നു ഈ 2000ന്റെ കാലഘട്ടം, അതായത് ഫോണുകളിൽ ഇന്റർനെറ്റ് സൗകര്യം വന്നപ്പോൾ. എന്നാൽ പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ തന്നെ ഈ 2Gയും 4Gയും 5G എല്ലാം അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5G സാങ്കേതിക വിദ്യയുടെ വേഗതയിൽ ബിസിനസ്സും ജീവിതവുമെല്ലാം വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യയിൽ 6G ടെക്നോളജി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാകുന്ന 5G സ്പീഡിനേക്കാൾ 1-2 100 ഇരട്ടി സാങ്കേതിക വിദ്യയിലുള്ള വേഗതയും അതുപോലെ തന്നെ വളരെയധികം ഫലപ്രദവുമായി തന്നെയാണ് 6G അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ 300 കോടി രൂപ ചെലവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ച് 111 റിസർച്ച് പ്രോജക്റ്റുകളാണ് അനുമതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ 300 പ്രൊജക്റ്റുകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു. ലോകത്ത് തന്നെ 6G ടെക്നോളജി പേറ്റന്റ് ഫയൽ ചെയ്തിരിക്കുന്ന മുൻനിരയിലെ 6 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ടെറാഹെർട്സ് ഫ്രീക്വൻസി ബാൻഡുകളാണ് ഇന്ത്യയുടെ 6G ടെക്നോളജിയിൽ ഉപയോഗിക്കുക. സെക്കൻഡിൽ 1 ടെറാബിറ്റ് അതായത് 125 GB എന്ന തോതിൽ അൾട്രാ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് വേഗതയാണ് ഇതിലൂടെ ലഭിക്കുക. 5G സംഗീതം ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ വ്യവസായിക വാണിജ്യ ലോകത്തിലടക്കം അത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിലെ മറ്റൊരു നാഴികക്കല്ലായി 6G ടെക്നോളജി മാറുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴുള്ള വ്യവസായങ്ങളിലടക്കം പൊളിച്ചെഴുത്തലുകൾ നടക്കുകയും വിപ്ലവാത്മകമായ പുതിയ ഡിജിറ്റൽ ഇടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പെമ്മാസാനിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ 6G ടെക്നോളജിയുടെ വികസനത്തെക്കുറിച്ച് പ്രസ്താവന നടത്തിയത്. ഇന്ത്യയിലെ വലിയ വിഭാഗം എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും രാജ്യത്തെ 6G സങ്കേതത്തിൽ സമീപ ഭാവിയിൽ തന്നെ ഗ്ലോബലി ലീഡറാക്കി മാറ്റും. സാങ്കേതികമായി സ്വയം പര്യാപ്തത നേടുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടെ രാജ്യത്തെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റിന് കേന്ദ്രമന്ത്രി സഭ അനുമതി നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഈ പദ്ധതിക്ക് 3706 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അസാമിലും ഗുജറാത്തിലുമായി മറ്റ് 5 യൂണിറ്റുകൾ കൂടിയാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ഇന്ത്യയെ ഗ്ലോബൽ ലീഡറാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. 2035 വർഷത്തോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് $1 ട്രില്യൺ ഭീമമായ സംഭാവന നൽകാൻ 6G ടെക്നോളജിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന സങ്കേതങ്ങളുടെ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തവും സുരക്ഷിതവുമായി മാറുമെന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. 5G ടെക്നോളജിയും 4G ടെക്നോളജിയും എല്ലാം എത്രത്തോളം നമുക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതെല്ലാം വ്യക്തമായി അറിയാവുന്നതാണ്. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള വളർച്ചയും സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും ഇന്ത്യയിൽ വളരെയധികം പുരോഗതി കൈവരിക്കാൻ സഹായിക്കും എന്നുള്ളതും തീർച്ചയാണ്. 6Gയുടെ വരവോടെ തന്നെ ഫോണുകൾക്കും ഇനി വലിയൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 5G വന്ന സമയത്തും ഫോണുകൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനിയുണ്ടാകുന്ന മാറ്റങ്ങളും ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്നുള്ളതെല്ലാം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. 5Gയുടെ തുടക്കങ്ങളിൽ നമുക്ക് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു സിനിമയെല്ലാം വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇപ്പോൾ നമുക്ക് 5Gയുടെ സ്പീഡ് എത്രത്തോളമാണ് കൃത്യമായി കിട്ടുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഇനി 6Gയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ വളരെ വലിയ ആശയങ്ങളും അതുപോലെ തന്നെ വലിയ പ്രഖ്യാപനങ്ങളും 6G തരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലവത്തായി ഇന്ത്യയിൽ വർക്കൗട്ട് ആകും എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇപ്പോഴും 5G കൃത്യമായി കിട്ടാത്ത പല സ്ഥലങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിനെല്ലാം കൃത്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ടത് ടെലികോം കമ്പനികളും സർക്കാരും തന്നെയാണ്. 5G പോലും അല്ലെങ്കിൽ 2G പോലും കൃത്യമായി കിട്ടാത്ത വളരെയധികം കുഗ്രാമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്ക് കൃത്യമായ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഗ്രാമങ്ങളിലും എത്തുന്നതിലൂടെ അവിടെ വികസനം ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 5Gയും 4Gയും 2Gയും 6G വരുമ്പോൾ അതും കൃത്യമായി തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ സർക്കാർ ഇതുവഴി ചെയ്യുകയും ചെയ്യണം.